ഈ ബുക്കിനകത്തെ ആവശ്യക്കാരന് ഔചിത്യമില്ലെന്ന് കൊടുത്തിരിക്കുന്നു. ഇതർത്ഥം മനസ്സിലാക്കി തരാമെങ്കിൽ എന്താ മനസ്സിലാക്കി തരാമല്ലോ. അപ്പൊ ദശ ഇപ്പൊ അച്ഛൻ ഒരു യാത്ര പോവാന്ന് വെച്ചോളൂ. അപ്പം അച്ഛൻ യാത്ര പോകുമ്പോൾ ദർശൻ അറിയാമല്ലോ, അച്ഛന് കാറിന് അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നതാണ് ഇഷ്ടം, ബൈക്കിൽ പോകുന്ന അച്ഛന് ഇഷ്ടമല്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. അപ്പം അച്ഛൻ പെട്ടെന്ന് ധൃതിക്ക് യാത്ര പോവാണ്, വളരെ അർജന്റാണ്, പെട്ടെന്നെല്ലാം റെഡിയായി റോഡിൽ ചെന്നു. അപ്പം അന്നേരം അച്ഛന് കിട്ടുന്ന ഒരു ബൈക്കുകാരനെയാണ്. സമയം വളരെ കുറവാണെന്ന് ഓർക്കുന്നു. അപ്പം ആ ബൈക്കിൽ പോകുന്ന അച്ഛന് ഇഷ്ടമല്ലെങ്കിലും പെട്ടെന്ന് അച്ഛൻ കൈ കാണിച്ചു, ബൈക്കുകാരൻ നിർത്തി. അപ്പം ഒരു ലിഫ്റ്റ് തരാമെന്ന് അച്ഛൻ ചോദിക്കുന്നു. അപ്പോൾ ആ ബൈക്കുകാരൻ ലിഫ്റ്റ് തന്ന അച്ഛൻ അയാളുടെ കൂടെ പോകുന്നു. അടുത്ത രണ്ടാമത്തെ ഒരു അച്ഛൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പുറത്തുനിന്നുള്ള ഒരാളോട് കുറേ ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന ഇഷ്ടമല്ല. എന്നിരുന്നാലും അച്ഛൻ ഈ പോകേണ്ട വഴിയെക്കുറിച്ച് നല്ല ധാരണയില്ല. അപ്പോൾ അച്ഛൻ അയാളോട് ചോദിക്കും, ഇന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് ഇതുവഴി പോയാൽ നന്നായിരിക്കും. അപ്പം പുള്ളി എനിക്കൊരു സജഷനും കൂടെ തരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അത്യാവശ്യമാണ്, വളരെ പെട്ടെന്ന് പോകേണ്ടതാണ്. അതുകൊണ്ട് അച്ഛൻ്റെ ആ താല്പര്യങ്ങളെ അച്ഛൻ മാറ്റി നിർത്തി. അതായത് ബൈക്കിൽ പോകാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ മാറ്റി നിർത്തി സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ ആവശ്യം അതായതുകൊണ്ട് എൻ്റെ ചില രീതികളെ മാറ്റിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, ആവശ്യം നടക്കാൻ വേണ്ടി എൻ്റെ ആ രീതികളെ മാറ്റി വെച്ചു. അതിനെയാണ് പറയുന്നത് ആവശ്യക്കാരന് ഔചിത്യമില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറി നമ്മുടെ കാര്യത്തിൽ നേടിയെടുക്കുക. അതിനൊരു ആളോളമില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ചിലപ്പോൾ നമ്മൾ നോക്കിയില്ലാതെ വരും, പെട്ടെന്ന് കാര്യം നടക്കണ്ടേ. അപ്പം അതിന് ഉള്ള ആ ഒരു രീതിക്കാണ് ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കൊച്ചു വർത്തമാനത്തിൽ ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന പഴമൊഴി ആസ്പദമാക്കിയുള്ള ഒരു വിശദീകരണമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ കൊച്ചു വർത്തമാനം ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.